ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. യു എയിലായിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ വീടും അതിൻ്റെ പരിസരവും. രാവിലെ ചുറ്റുപാട് ഇറങ്ങിയിട്ടുള്ള നടത്തവും, അതുപോലെ ഒരുപാട് പക്ഷികളൊക്കെ വരുമായിരുന്നു വീട്ടിന് ചുറ്റും. അവരുടെയൊക്കെ പാട്ടും, പിന്നെ രാവിലെ മഞ്ഞുണ്ടാവും. ആ മഞ്ഞിൽ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ വെളിച്ചം തട്ടിയിട്ട് ചെടികളിൽ ഒരു തൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗിയും, അമ്പലത്തിൽ പോകുന്നതും, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇന്ന് മകരം ഒന്നാം. മകരമാസത്തിലെ സംക്രമം വളരെ വിശേഷമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അമ്മയും മൂത്തമ്മമാരും ഞാനും കൂടി അമ്പലത്തിൽ പോകുക എന്ന് പറഞ്ഞ കാര്യം തന്നെ എന്നെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതും ഏർലി മോർണിംഗ് കൂടി ആയാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പം ഉണ്ടാവുന്ന ഒരു വൈബ്. വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോകുന്നതിനേക്കാളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് രാവിലെയുള്ള പോക്കാണ്. പണ്ടും അങ്ങനെ, ഇപ്പോഴും അങ്ങനെ. ഈ ചുമരുകൾക്കെല്ലാം ഒരുപാട് വർഷത്തെ കഥകൾ പറയാനുണ്ടാവും. അത്രയും പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇത്, ചാല ഭഗവതി ക്ഷേത്രം. കാലമൊക്കെ എത്ര മാറിയാലും നമ്മളെ പഴയ ആ ഒരു അന്തരീക്ഷവും നമ്മൾ കളിച്ച് വളർന്ന ആ സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ അല്ലേ. അതുപോലെ തന്നെ ഈ അമ്പലവും അതിൻ്റെ പരിസരമൊക്കെ കാണുമ്പോൾ ഉത്സവത്തിന് വരുന്നതും, അതുപോലെ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുളത്തിൽ നിറയെ വെള്ളം കയറും. നല്ല ആഴമുള്ള കുളമാണ്. അതുപോലെ കുളത്തിൻ്റെ ഒറ്റ നടുവിലായിട്ട് വലിയൊരു കിണറും ഉണ്ട്. പക്ഷേ അപകടങ്ങളൊക്കെ ഉണ്ടായാലും ആൾക്കാർ അതൊന്നും വകവെക്കാറേ ഇല്ല. എപ്പോഴും അവിടെ വെള്ളം നിറഞ്ഞാൽ ആൾക്കാരുടെ ബഹളമാണ്. അതുപോലെ അമ്മേൻ്റെ കണ്ണും വെട്ടിച്ച് അരയിലൊരു തോർത്തും ചുറ്റി ഏട്ടൻ്റെ ഒരു ഓട്ടമുണ്ട്. അമ്മ കണ്ടാൽ വിടൂലെന്നറിയാം. മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു കാര്യമാണ് ഉത്സവം. അത് അമ്പലത്തിലോ ക്ഷേത്രത്തിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ, അത് വേറെ തന്നെയുള്ളൊരു ഫീല് തന്നെയാണ്. ആൾക്കാരും ചന്തയും ബഹളവും വാദ്യമേളവും, അങ്ങനെ അങ്ങനെ നീളുന്ന ആഘോഷങ്ങൾ. കുട്ടിക്കാലത്തുണ്ടാവുന്ന ആഘോഷങ്ങൾക്ക് എപ്പോഴും ഇത്തിരി മധുരം കൂടും. പണ്ടൊക്കെ അമ്പലത്തിൽ പോയാൽ വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും കൂടെ ദൈവത്തോട് പറയാൻ. ഓർത്തോർത്ത് പറയുകയും ചെയ്യും. പക്ഷെ ഇപ്പം വളർന്നപ്പോൾ ലിസ്റ്റ് മാറിയിട്ടൊന്നുമില്ല കേട്ടാ. പക്ഷേ നിങ്ങളുടെ ഉപബോധം കൂടെ ഒരു ജോസഫ് മർഫി എഴുതിയൊരു ബുക്കുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ മനസ്സിലുള്ള ദൈവത്തിനെ അറിയാണ്ട് കല്ലിലും മണ്ണിലും ഉള്ള ദൈവത്തെ തിരഞ്ഞാൽ കാണാൻ സാധിക്കൂല എന്ന്. പൊതുവെ നമ്മളെപ്പോഴും പരാതി പറയാനല്ലേ ഇങ്ങനെയുള്ള ഈശ്വര സന്നിധിയിലൊക്കെ പോകുന്നത്. നമ്മളിപ്പം ജീവിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്കുള്ള കാര്യത്തിന് നന്ദി പറഞ്ഞാൽ എത്രയോ പേര് നന്ദി പറയാനുള്ള അവസരം ദൈവം തന്നെ നമുക്ക് ഉണ്ടാക്കി തരും.